ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രവി പോയിട്ട് ചന്ദ്രയെ കണ്ടിട്ടൊന്നും ഒരു ഫലം കിട്ടാത്തതിനെ തുടർന്ന് രവി സച്ചിയോട് പറയുന്നുണ്ട്, ഞാൻ അവളെ പോയി കണ്ടിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല, നിങ്ങൾ മറ്റെന്തെങ്കിലും വഴി നോക്കുന്നതായിരിക്കും നല്ലത്. അവനെതിരെയുള്ള പരാതി പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ നീയും രേവതി മോളും ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്നാണ് പറഞ്ഞത് എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്തൻ ദേഷ്യം പിടിച്ച് പറയും, അമ്മയുടെ മോനും മരുമോളും തന്നെയല്ല ഇവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയ അച്ഛനെയും കൂട്ടി ഞങ്ങളും കൂടി ഇവിടുന്ന് ഇറങ്ങുന്നു. അത് കേൾക്കുന്ന രവി പറയുന്നുണ്ട്, മോളെ രേവതി, നീ സങ്കടപ്പെടണ്ട, ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ജീവനുള്ള കാലത്തോളം സച്ചിയും രേവതിയും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ സച്ചിയും രേവതിയും കൂടെ പോയിട്ട് ആ വക്കീലിനെ കാണുകയാണ്. അവിടെ ചെന്ന് രേവതി പറയും, എൻ്റെ അനിയനെ എങ്ങനെയെങ്കിലും ജയിലിലേക്ക് അയക്കാനാണ് അമ്മയുടെ വാശി, അതുകൊണ്ട് പരാതി പിൻവലിക്കില്ലെന്നാ സാർ പറയുന്നതെന്ന് പറയുമ്പോൾ അയാൾ പറയും, നിങ്ങളുടെ അമ്മ നല്ല വാശിയിലാണല്ലോ, നിങ്ങളുടെ അനിയനെ രക്ഷിക്കാൻ എനിക്ക് കഴിയും, പക്ഷേ അതിന് കുറച്ച് പണം ചിലവാകും, ഒരു 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപയോ എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയാട്ടോ നമ്മുടെ രേവതി. നിങ്ങൾ പണം ചിലവാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ അനിയൻ കുറഞ്ഞത് 1 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചി പറയും, എങ്ങനെയെങ്കിലും ഞാൻ പണം ഉണ്ടാക്കി തരാം സാർ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയും ദേവും കൂടി ചന്ദ്രയെ കാണാൻ ബാമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. ആ സമയത്ത് രേവതിയെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതി പറയും, അയ്യോ, ശരത്തിനെ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞാനും സച്ചിയേട്ടനും കൂടെ ചെയ്യുന്നുണ്ട്, അവൻ ജയിലിൽ പോയില്ല, അമ്മയൊന്നും സമാധാനപ്പെട്, നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോയാൽ നിങ്ങളെ അപമാനിച്ച് വിടേയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ രേവതിയുടെ അമ്മ പറയും, ഞാൻ എങ്ങനെയെങ്കിലും ചന്ദ്രയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ആ പരാതി പിൻവലിക്കാൻ വേണ്ടിയിട്ട് പറയാം എന്നും പറഞ്ഞ് നമ്മുടെ രേവതി പറഞ്ഞൊന്നും കേൾക്കാതെ അവർ രണ്ടുപേരും ബാമ്മയുടെ വീട്ടിലേക്ക് പോകുകയാണേ. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ വരെ നന്നായിട്ട് തന്നെ അപമാനിക്കുന്നുണ്ട്. എന്നിട്ട് ദേവുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിന്റെ അനിയനെ എന്നെ നടു റോട്ടിൽ തള്ളിയിട്ട് ആ ക്യാഷും കൊണ്ട് കടന്നു പോകുന്നത് ഈ ലോകം മൊത്തം കണ്ടതാ, നിന്റെ അമ്മയായിരിക്കും ട്രെയിനിങ് അല്ലടി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ രേവതിയുടെ അമ്മ പറയും, ചന്ദ്ര എന്തൊക്കെയാ നീ പറയുന്നേ, നീ ആ പരാതി പിൻവലിച്ചില്ലെങ്കിൽ എൻ്റെ മോൻ്റെ ഭാവി പോയി പോകും എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ ഭാവി അങ്ങ് പോട്ടെ, അല്ലെങ്കിൽ തന്നെ എന്ത് ഭാവി അവനുള്ളത്, നിങ്ങൾ ആ പരാതി പിൻവലിക്കാൻ വന്നതായിരിക്കുമല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കാൻ കേട്ടോ. ആ സമയത്ത് രേവതി വണ്ടിയായിട്ട് വരുന്നു. ഓ, വന്നല്ലോ അടുത്താളും, നീയും ആ പരാതി പിൻവലിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി വന്നതായിരിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ രേവതി നേരെ കയറിയിട്ട്, അമ്മയോട് ഞാൻ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതല്ലേ, വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അവനെ എന്തായാലും പോലീസ് വല വിരിച്ചിട്ടുണ്ട്, അവനെ കയ്യിൽ കിട്ടിയാൽ എല്ലൂരിയിട്ടേ പോലീസുകാർ വിടത്തുള്ളൂ എന്നും പറഞ്ഞ് നമ്മുടെ രേവതിയെ നോക്കിയിട്ട് പറയും, ഇവള് കാരണമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, അമ്മയെ ആരും അവിടുന്ന് ഇറക്കി വിട്ടതൊന്നല്ലോ, അമ്മ സ്വയം എടുത്ത തീരുമാനത്തിൽ വന്നതല്ലേ എന്ന് പറയുമ്പോൾ, അയ്യോ, നീ എന്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് ഓർക്കണം, നിന്റെ കഴുത്ത് പിടിച്ച് പുറത്തിറക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, രവിയേട്ടൻ അയാളെ ഓർത്ത് മാത്രം ഞാനത് ചെയ്യാത്തത്, അല്ലെങ്കിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളന്റെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെയും വേണ്ടെന്ന്, രവിയേട്ടൻ എന്റെ കുടുംബത്തിന്റെ അന്തസ്സ് നശിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, അമ്മ അല്ലെങ്കിലേ ഞങ്ങളിപ്പോ വല്ലാത്തൊരവസ്ഥയല്ല, ഇങ്ങനെ കുത്താതെന്ന്, അതെടി നീ ഉള്ള വീട്ടിൽ ഞാൻ ഒരിക്കലും വരില്ല, നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതിയുടെ അമ്മ, ചന്ദ്ര എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, ഇവൾ നിന്റെ മോൻ താലി കെട്ടിയ പെണ്ണ് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, ഓ, താലി കെട്ടി കൊണ്ടുവന്ന പെണ്ണ്, നമ്മളൊരു കുടുംബമല്ലേ ചന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ, ഓ, കുടുംബം, നിനക്കത് പറയാൻ നാണയില്ലല്ലോ, നിനക്കത് പറയാൻ ചിലപ്പോൾ അന്തസ്സായിരിക്കും, പക്ഷേ എനിക്കത് അപമാന. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അമ്മേ, ഞാൻ അമ്മയോട് പറഞ്ഞതാ ഇങ്ങോട്ട് വരണ്ട എന്ന്, ഇവർ അപമാനിക്കുക എന്ന് പറഞ്ഞതല്ലേ, അമ്മയ്ക്കിപ്പോൾ സമാധാനമായല്ലോ, അമ്മ ഒന്ന് നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടിയിട്ട് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര, ഒന്നവിടെ നിന്നേ, മകന് വേണ്ടി ഈ മുറ്റത്ത് വന്ന് ഇത്രയും യാചിച്ചതല്ലേ, ഞാൻ നിങ്ങളുടെ മകന്റെ പേരിലുള്ള പരാതി പിൻവലിച്ചേക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് ഇവളും ഇവളുടെ ഭർത്താവ് ഇറങ്ങിപ്പോണം, ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് വരരുത്, അങ്ങനെയാണെങ്കിൽ ഞാൻ പരാതി പിൻവലിക്കാം എന്ന് പറയുന്നു. അത് കേട്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് നമ്മുടെ രേവതിയും അമ്മയും ദേവും കൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.